ഹായ്. എം എസില് ഞാൻ സെക്കൻഡ് ടൈമാണ് ആക്ച്വലി വരുന്നത്. പിന്നെ വീണ്ടും അന്നൊന്നും നിങ്ങളല്ലായിരുന്നു, വേറെ ആൾക്കാരായിരുന്നു. അപ്പം whatever. നിങ്ങൾ തന്നെ ഉണ്ടോ എന്റെ ദൈവമേ? അപ്പൊ നിങ്ങൾക്ക് ഓക്കെ ആണോ? അതെന്താ 3 വർഷം എന്തോ കഴിഞ്ഞില്ലേ? ഓക്കെ ഓക്കെ ഫൈൻ. ഓക്കെ, അപ്പം വീണ്ടും എം എസിൽ വരാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇതുപോലെ നമ്മുടെ ഒരു പ്രൊമോഷന്റെ ഭാഗമായിട്ട് വന്നതാണ്. അപ്പം ഓക്കെ, അതിലും കൂടുതൽ നമ്മൾ വീണ്ടും സംസാരിക്കാം. ബേസിക്കലി നിങ്ങളുടെ കോളേജ് ഡേക്ക് അടിച്ചു വിളിക്ക്. ഇത് നിങ്ങളുടെ കോളേജ് ഡേ ഇനോഗ്രേറ്റ് ചെയ്തതായിട്ട് അറിയിച്ചുള്ളൂ. മാഡം സെറ്റല്ലേ? ഒരു കൈയടിത്താ. ഞാൻ നെടുമങ്ങാടാ, തിരുവനന്തപുരത്ത്. അവിടെയൊക്കെ ഞാൻ വരുമ്പോൾ ഇതിനേക്കാളും വലിയ കൈയടിയെ കിട്ടാറുണ്ട്. എന്നിട്ടും തരുന്നില്ലല്ലോ ദാരിദ്ര്യമുള്ള ദൈവം. താങ്ക് യു, ഒരുപാട് സന്തോഷം. ആദ്യമേ എനിക്ക് ഫസ്റ്റ് ഒരു കൈയടി തന്നെ. ഇത് എന്തിനാണെന്നറിയോ? ഇവിടെ യൂണിയൻ ഉണ്ടോ? സ്റ്റുഡൻസ് യൂണിയൻ ഉണ്ടല്ലോ. എടാ, നിങ്ങളാണ് ഈ നട്ടുച്ച വെയിലെത്തിക്കുന്നത്, നിങ്ങൾ തണലെത്തിക്കേണ്ട ആൾക്കാരാണ്. യൂണിയനാണ് കേട്ടോ ഈ കൈയടി. കാര്യം നമ്മൾ ഇത്രയും പേര് ഇവിടെ വന്ന് ഇരിക്കുമ്പോൾ നമ്മൾ വെയിലുണ്ടെങ്കിലും അത്യാവശ്യം സുഖത്തിലാണ് ഇരിക്കുന്നത്. പക്ഷേ ഇങ്ങനെ ഒരു പരിപാടി അറേഞ്ച് ചെയ്യാൻ അവർ ഇതിന്റെ പിന്നിൽ എത്രമാത്രം പ്രവർത്തിച്ചിട്ടുണ്ടാവും എന്നുള്ളത് കോളേജിൽ പഠിച്ചു വന്ന് എന്നെപ്പോൾ ഉള്ളവർക്ക് മനസ്സിലാവും. അവർക്കാണ് ഈ കൈയടി. രണ്ട്, ഇവിടെ ഇരിക്കുന്ന പലരും ചിലപ്പോൾ ഇതിന്റെ പ്രയത്നമോ കാര്യങ്ങളോ ഒന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല. അവരായിരിക്കും ഏറ്റവും കൂടുതൽ അധ്വാനിച്ചിട്ടുണ്ടാവുക. അതുകൊണ്ടാണ് അവരോട് പറഞ്ഞത്. ഞാനും ഇതുപോലൊരു യൂണിയനിലേക്ക് പ്രവർത്തിച്ചു വന്ന ആളായതുകൊണ്ട് ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് ഇവിടെ പൊളിറ്റിക്സ് ഇല്ല. പക്ഷെ അത് വളരെ നല്ലതാണ്, രാഷ്ട്രീയമില്ലാതെ വരുന്നത്. പിന്നെ നേരത്തെ നമ്മുടെ പ്രിൻസിപ്പൾ ചേട്ടനെന്ന് സാർ കണ്ടിട്ട് എനിക്ക് ചേട്ടാന്ന് വിളിക്കാനേ തോന്നുന്നുള്ളൂ. അതുകൊണ്ട് ചേട്ടൻ മതി ഓരെ, പുള്ളിക്കൊരു സന്തോഷം, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ചേട്ടൻ പറഞ്ഞ പോലെ ഇവിടെ എന്താണ്, നോമ്പ് തുറക്കുമ്പോഴത്തേക്ക് പാത്രത്തിന്റെ പേരിലാണ് അടി. എനിക്ക് ബിഗ് ബോസ് ആണ് ഓർമ്മ വന്നത്. ഇവിടെ അല്ലല്ല, ഇവിടെ നോമ്പ് തുറക്കുമ്പോ പാത്രത്തിനാണ് അടി. അവിടെ പാത്രത്തിലൊന്നും ഇല്ലാത്തോണ്ടാണ് അടി. ഇത്തവണ ചായക്കാണ് അടി. കാണാറുണ്ട് എല്ലാരും? ആരാ ഇഷ്ടം? ഇവിടെ അനാർക്കലി മറിക്കാൻ ബിഗ് ബോസ് ഇല്ലല്ലോ, അതാ നിങ്ങളുടെ കോളേജിൽ വന്നിരിക്കുന്നത്. പക്ഷെ ഈ അനാർക്കലിയെ 2ാം വട്ടം കാണാൻ ഭാഗ്യം ചെയ്ത ആൾക്കാരൊക്കെ ഏടാ മോനെ, അത് പൊളിച്ചു. നിങ്ങളാണ് ഏറ്റവും ഭാഗ്യം. 2ാം വട്ടം കണ്ടില്ലേ? ഞങ്ങൾ 1ാമത്തെ വട്ടം കണ്ടുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഓക്കെ, എന്തായാലും ഒരുപാട് സന്തോഷം. മെയ് 24-ാം തീയതിയാണ് മന്ദാകിനി റിലീസാകുന്നത്. ഇവിടെ ഇപ്പോൾ മിസ്സായ 2 പേരുണ്ട്. അതില് പ്രധാനപ്പെട്ട ഒരാൾ ഈ പടത്തിന്റെ നായകനാണ്, അൽത്താഫ് സലീം. അൽത്താഫ് ഈ പടത്തിന് ഇവിടെ ഇപ്പൊ എത്താൻ പറ്റാത്തത് ഫഹദ് ഫാസിലിനെ വെച്ചിട്ട് അടുത്ത പടം ഡയറക്റ്റ് ചെയ്യുന്നതുകൊണ്ടും ഒക്കെയാണ് വരാൻ പറ്റാതെ പോയത്. പിന്നെ ഇപ്പൊ നിങ്ങളുടെ എനിക്ക് അറിയാം, നിങ്ങളൊക്കെ പലരും ഇരുന്ന് നമ്മൾ പലരും സംസാരിക്കുമ്പോഴും എനിക്ക് മുന്നേ ദീർഘമായ പ്രസംഗങ്ങൾ ഹലോ ഉണ്ടല്ലേ, ദീർഘമായ പ്രസംഗങ്ങൾ കാഴ്ചവെച്ച നമ്മുടെ സാറന്മാര് അവരൊക്കെ പറഞ്ഞത് ഇത് ഇപ്പോഴെങ്ങാനും തീരുമോന്ന് ആലോചിച്ച് ചില പിള്ളേരൊക്കെ ഇരുന്നിട്ട് ഇത് എവിടെ കൊണ്ട് എത്തിക്കും, റിപ്പോർട്ട് വായിക്കും, ഇതിപ്പോ തീരുമോ, അങ്ങനെയൊക്കെ ആലോചിച്ചിരുന്നവരുടെ മുഖങ്ങള് ഞാനിരുന്ന് കാണുന്നുണ്ടായിരുന്നു. അപ്പൊ അതുപോലെ ദീർഘമായ പ്രസംഗങ്ങളിലേക്ക് ഇവിടെ ആരും പോകുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് മെയ് 24 ആരും മറക്കരുത്, എല്ലാവരും തിയേറ്ററിൽ പോയി പടം കാണണം. ഒരു 2 മണിക്കൂർ സംതിങ് നിങ്ങൾക്ക് ഉറപ്പായിട്ട് ചിരിക്കാൻ പറ്റിയ പരിപാടികളാണ്. അടുത്ത് വേറെ കാര്യം പറഞ്ഞു, നിങ്ങളൊക്കെ ഭയങ്കര വേലത്താണ്. എനിക്ക് നിങ്ങളെ കാണുമ്പോൾ വലിയ വിഷമമുണ്ട്. ഞങ്ങളും അതുപോലെ. ഹലോ, ഇത് ഞാൻ സംസാരം നിർത്താൻ വേണ്ടി ഇടയ്ക്ക് കട്ട് ചെയ്യുന്നതാണ് ഇത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ഇത് മാറ്റാൻ വേണ്ടിയിട്ട്, ഈ വെയിലും പരിപാടിയൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മളെ പടത്തില് അത് വിത്ത് പെർമിഷൻ ചോദിക്കണം. കാര്യം ഇതിനു മുന്നേ ഇവിടെ വന്നിട്ട് പോയത് ആവേശം ടീമാണെന്ന് തോന്നുന്നല്ലേ? ആരാ വന്നിട്ട് പോയത്? ഇവിടെ അല്ലേ? ആരെ? അതിപ്പോ കുഴപ്പമില്ല. ആവേശം കണ്ടോ നിങ്ങളെല്ലാരും? ആവേശത്തിൽ ഇപ്പൊ ഏറ്റവും വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഇല്യൂമിനാറ്റി സോങ് ആയിരിക്കും അല്ലേ? എടാ മോനെ, അതെ, ഇല്യൂമിനാറ്റി സോങ് പാടിയ ആള് ആരാന്നോ? ആരാ എന്താ ഡബ്സി അല്ലേ പാടിയത്? ഓക്കെ, ഇന്നിവിടെ ഡബ്സി ഇവിടെ വരണമെന്ന് ഞങ്ങൾ ഒരുപാട് ആഗ്രഹിച്ച ആൾക്കാരാണ്. പക്ഷെ ഡബ്സി UK പോയതുകൊണ്ട് വരാൻ പറ്റില്ല. പക്ഷെ ആ ഡബ്സി പാടിയ ഒരു പാട്ട് ഞങ്ങളുടെ സിനിമയിലും ഉണ്ട്.
അതുപോലെ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇതിന് വൈബ് ചെയ്യാൻ പറ്റിയ പാട്ടാണ്. പക്ഷേ ഈ പാട്ട് ഞങ്ങൾ ഇതുവരെ റിലീസ് ചെയ്തിട്ടില്ല. അപ്പൊ നിങ്ങളുടെ ഇത് കണ്ടപ്പോ ആ പാട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ പ്ലേ ചെയ്യണമെന്നുണ്ട്. പക്ഷെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇതിന്റെ എല്ലാം ഒരു സിനിമയുടെ ഏറ്റവും വലിയ ആളാരെന്ന് ചോദിച്ചാൽ അതിന്റെ പ്രൊഡ്യൂസറാണ്. കണ്ണാടി വെച്ചിരുന്ന് ഉറങ്ങുവാണോ ഞങ്ങളുടെ പ്രൊഡ്യൂസർ? ഇല്ല. ഓക്കെ, സഞ്ജുവേട്ടൻ ഇവിടെ ഉണ്ട്. സഞ്ജുവേട്ടന്റെ പെർമിഷൻ സഞ്ജുവേട്ടൻ തരുവാണെങ്കിൽ ആ പാട്ട് ഇവിടെ പ്ലേ ചെയ്യാം. വാ സഞ്ജുവേട്ടൻ വന്നോ? സഞ്ജുവേട്ടൻ വാ സഞ്ജുവേട്ടൻ ഒന്ന് വന്നിട്ട്. അല്ല, ഇത് വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഒരു കാര്യം പറഞ്ഞോട്ടെ. ഇതിവിടെ പ്ലേ ചെയ്യുവാണെങ്കിൽ കേരളത്തിൽ അല്ലെങ്കിൽ ലോകത്തിൽ ആദ്യമായിട്ട് നമ്മുടെ ഈ സിനിമയിലെ പാട്ട് കേൾക്കാൻ പോകുന്നവർ നിങ്ങളാണ്. പ്ലേ ചെയ്യുവാണെങ്കിൽ എനിക്ക് ഇതിന്റെ ഒഫീഷ്യൽ പരിപാടികളൊന്നും അറിയില്ല. ഇതിന്റെ കോപ്പി റൈറ്റ്സ് ഇഷ്യൂസ് കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. അറിയാതെ പറഞ്ഞു പോയതാണ്. ഇനി അത് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ സഞ്ജോട്ട് പറഞ്ഞു, കുഴപ്പമില്ല. അവന്മാർ ഇറങ്ങി വന്നായിരുന്നു. ഇനി എനിക്കാ പ്രശ്നം, പ്ലീസ്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. സോങ്സ് അരിഗമയാണ് ചെയ്തേക്കുന്നത്. അവര് പറയുന്നത് പാട്ട് ഒരിക്കലും പുറത്തുവിടാൻ പാടില്ല. ഇല്ലില്ല, ഞാൻ പറഞ്ഞു വരുന്നുണ്ട്. പാട്ട് നിങ്ങൾ പ്ലേ തരാം. പാട്ട് തീർച്ചയായിട്ടും പ്ലേ ചെയ്യും. ഞാൻ 12th വരെ പഠിച്ചൊരു മനുഷ്യനാണ് കേട്ടോ. ആദ്യമായിട്ടാണ് കോളേജിൽ വരുന്നത്. ഞാൻ നിങ്ങളോട് ഇതെല്ലാം കേട്ടു. ജനാധിപത്യം, ഡെമോക്രസി സംഗതി എല്ലാം കേട്ടു. എനിക്കിതൊന്നും കിക്കല്ല ഈ സാധനം ഒന്നും. എനിക്കൊന്നും മനസ്സിലാവുന്ന പോലുമില്ല. നമ്മുടെ ജീവിതത്തിൽ ആഗ്രഹം കാണും. ആ ആഗ്രഹത്തിന്റെ പുറകെ പോവുക. തിരിഞ്ഞു നോക്കി ചിന്തിക്കുന്ന സമയത്ത് കുറച്ച് ഫ്ലാഷ് ബാക്ക് നമുക്ക് കിട്ടും. ആ ഫ്ലാഷ് ബാക്ക് ആണ് നമ്മുടെ ജീവിതം. അതിനായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകും. അതാണ് എനിക്ക് നിങ്ങളോടുള്ള സാധനം. എഴുത്തും വായന എനിക്ക് അറിയാത്തതുകൊണ്ട് ലീഗൽ എഗ്രിമെന്റ് ഞാൻ വായിച്ചിട്ടില്ല. പാട്ട് എന്നോട് പ്ലേ ചെയ്യും. അല്ലല്ല, എനിക്ക് സഞ്ജു സാംസൺ കഴിഞ്ഞ അടുത്ത് ഈ സഞ്ജു ഏട്ടനാട്ടാ. സീരിയസ് ആയിട്ട്. അല്ലല്ല, സഞ്ജുട്ട് പറഞ്ഞല്ലോ പ്ലേ ചെയ്യാൻ. ഇതിന്റെ ലീഗൽ ഇഷ്യൂസ് പുള്ളി നോക്കിക്കോളും. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടുന്ന് മുങ്ങും. ബാക്കി നിങ്ങൾ എന്നോട് ഉണ്ടാവണം. പ്ലേ ചെയ്യാം. ഓക്കെ അല്ലേ? പൊളിക്കണ്ടേ? അപ്പൊ എല്ലാവരോടും ഒന്ന് കൂവിക്കാം ആദ്യം. ഇപ്പൊ ഞാൻ കൂവാൻ പറഞ്ഞപ്പോ ഒരു പാവപ്പെട്ട 10 പേർക്ക് ആഹാരം മേടിച്ചു കൊടുക്കുന്ന പ്രതി നിങ്ങൾക്ക് ഇല്ലായിരുന്നു? ആ സന്തോഷം ഒന്ന് കൈയടിച്ചേ. അരി ഇനി പാട്ട് പറയാം. അരി തുള്ളണമെന്ന് പറഞ്ഞ് നീ കൊച്ചിന്ന് ഇവിടെ വന്നിരിക്കണം. ഇനി ഒരാളെ സംസാരിക്കാനായിട്ട് വിളിക്കുന്നത് വളരെ അഭിമാനത്തോടുകൂടി സന്തോഷത്തോടെയാണ് വിളിക്കുന്നത്. മമ്മൂക്ക ഫാൻസ് എത്ര പേരുണ്ട് ഇവിടെ? മമ്മൂക്കയുടെ മാസ് ചിത്രങ്ങളുടെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ ഫേവററ്റ് ലിസ്റ്റിലുള്ള 2-3 പടങ്ങളുണ്ടാവും. ഷൈലോക്ക്, രാജാതിരാജ, മാസ്റ്റർ പീസ്, അങ്ങനെ കുറച്ച് പടങ്ങൾ. അതിന്റെയൊക്കെ കപ്പിത്താൻ, ആ പടങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ടി പ്രസന്റ് ചെയ്താൽ ഞങ്ങളുടെ പടത്തില് സംഭവം പുള്ളിയെ കാണാൻ തമിഴിലൊരു ഗുണ്ട ലുക്കൊക്കെ ആണെങ്കിലും ഈ പടത്തില് വളരെ തമാശയുള്ള നിങ്ങളെയൊക്കെ ചിരിപ്പിക്കുന്ന ക്യാരക്ടറാണ് അഭിനയിച്ചിരിക്കുന്നത്. എല്ലാ സംവിധായകന്മാരും അഭിനയ രംഗത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടല്ലോ. അപ്പോ ഈ മാസ്ക ബാബ് ഇദ്ദേഹം കൂടി അഭിനയ രംഗത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. വളരെ നല്ല കയ്യടിയോടുകൂടി സന്തോഷത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു അജയ് വാസുദേവ്. അജയേട്ടൻ ലുക്ക് മാത്രമേ ഉള്ളൂ, പുള്ളിയുടെ ചമ്മലി ഉണ്ട്. അപ്പാ ഇല്ല, 2 വാക്ക് പറ. മമ്മൂക്കയെ വെച്ച് ഡയറക്ട് ചെയ്ത ആളാ. എന്നിട്ടാ അല്ല ടർബോ കാണാനെങ്കിലും പറയരുതോ? ടർബോ കാണാനെങ്കിലും പറയാമല്ലോ ഇദ്ദേഹത്തെ. ഇനി നമ്മുടെ പടത്തിന്റെ പ്രൊഡ്യൂസർ ഓൾറെഡി നമ്മളോട് സംസാരിച്ചല്ലോ. പ്രൊഡ്യൂസറിന്റെ ആ ഒരു സമരസ്കത കൊണ്ടാണ് നമ്മൾ ആ പാട്ട് പ്ലേ ചെയ്തത്. ഇനി ഡയറക്ടർ വിനോദ് ലീല, മന്ദാകിനിയുടെ ഡയറക്ടറാണ്. നമസ്കാരം. അപ്പൊ നിങ്ങളെല്ലാവരും മന്ദാകിനി 24-ാം തീയതി കാണില്ലേ? മെയ് 24 തീർച്ചയായിട്ടും കാണണം. നല്ല ഒരു ത്രൂ ഔട്ട് കോമഡി എന്റർടൈൻമെന്റ് സിനിമയാണ്. അനാർക്കലി, അൽത്താഫാണ് നായകന്മാര്. അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും അതിലൊരു അനാർക്കലിയുടെയും അൽത്താഫിന്റെയും ഒരു എന്താ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പെർഫോമൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നല്ലൊരു എന്റർടൈനർ ആണ്, കോമഡി. അപ്പൊ എല്ലാവരും
എല്ലാവരും ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടും എല്ലാവരും പോയിട്ട് 24-ാം തീയതി നിങ്ങളുടെ അടുത്തുള്ള തിയേറ്ററിൽ പോയി കാണുക, പടം വിജയിപ്പിക്കുക. ഓക്കെ. പിന്നെ അനാർക്കലി ഇതിൽ ഒരു നല്ലൊരു മനോഹര ഗാനം പാടിയിട്ടുണ്ട് നമ്മുടെ മന്ദാകിനിയിൽ. അപ്പം അത് എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. അനാർക്കലി ആ പാട്ട് ഇവിടെ പാടില്ലേ? നിങ്ങൾ അഭ്യർത്ഥിക്കുകയാണെങ്കിൽ ആ പാട്ടും അനാർക്കലി നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഇവിടെ ഒന്ന് ആലപിക്കും. അല്ലല്ല, അനാർക്കലിയെ 2ാം വട്ടം കാണാൻ ഭാഗ്യം ചെയ്തതുപോലെ ഈ പാട്ടും നിങ്ങളാക്കി ലോകത്തിൽ ആദ്യമായിട്ട് കേൾക്കാൻ പോകുന്നു. ക്ലാസ് അതെ, അവന്റെ ഇഷ്ടം. ഭയങ്കര വലുതാണ്. പെർഫെക്റ്റാ. വേണ്ടതാ, അത് ഭയങ്കര വലുത്. എന്നാണ്ട് വിശേഷം? സുഖം. ഞാൻ ഇത് വെക്കുന്നില്ല ബിക്കോസ് എനിക്ക് അല്ല, അതുകൊണ്ടല്ല, ഇത് വെക്കാൻ പറ്റിയൊരു പാട്ടല്ല ഞാൻ പാടുന്നത്. ഇതുപോലെ മന്ദാകിനി ഞങ്ങളുടെ വളരെ വളരെ സ്വീറ്റ് ആയിട്ടുള്ളൊരു സിനിമയാണ്. ചെറിയൊരു പടമാണ്. പാടാ നിക്കി ഒന്ന് 2 വാക്ക് പറയട്ടെ. 30 മിനിറ്റ് തരും, 30 സെക്കൻഡ് തരും. ഓക്കെ. അപ്പം മെയ് 24-ാം തീയതിയാണ് റിലീസ്. എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തായാലും നിങ്ങള് പോയി കാണണം കേട്ടോ. ഓക്കെ. പിന്നെ നിങ്ങൾക്ക് എന്താ താല്പര്യം? ലൈക്ക് ഞാൻ ഇത് പാട്ട് പാടണമെന്നാണ് ആഗ്രഹം. അടിപൊളി പാട്ട്. ഇതത്ര അടിപൊളിയല്ലോ, കുറച്ചൊരു മെലഡി. റെഡിയാണോ? ട്രാക്ക് റെഡിയാണോ? ഓക്കെ. അപ്പം അതിനു മുമ്പ് വേറെ എന്തെങ്കിലും പാട്ട് പാടാം, ബിക്കോസ് ട്രാക്ക് റെഡി ആയ സമയമുണ്ട്. സംതിങ് എൽസ് നിങ്ങളൊരു പാട്ട് പറ. എനിക്ക് അങ്ങനെ പെട്ടെന്ന് പറഞ്ഞു. സുലേഖ മനസ്സിന്റെ പാട്ടോ? ഫ്രഷ് അത് വേണ്ടല്ലോ. വേറെ പാട്ട്. കച്ചി സേര പാട്ട് ഇഷ്ടമാണോ? കച്ചി സേര. ഓക്കെ, അഡ്ജസ്റ്റ് ചെയ്യാ. അതിന്റെ ലിറിക്സ് എനിക്കറിയാം, അതുകൊണ്ടാ. അതിന്റെ പകുതി എന്നാട്ടോ പാടുന്നേ. അപ്പൊ നിങ്ങൾ തെറ്റിദ്ധരിക്കില്ല, വേറെ പാട്ടാണ്. മറ്റേ സ്റ്റെപ്പ് ചെയ്യണം കേട്ടോ. നിങ്ങളോട് പറഞ്ഞില്ലല്ലോ, ഞാൻ പെമ്പിള്ളാരോട് പറഞ്ഞേ. നിങ്ങൾക്കറിയോ? ഓ, വിഷ. ഓക്കെ. അനസ് വരും. അനസ് വരും. സൈഡിൽ കൂടെ നടന്നു വന്നി, ഇങ്ങനെ ചാടിയൊന്നും വരണ്ട. വരൂല. ഓക്കെ. വേറെ ആർക്കെങ്കിലും വരണമെന്നുണ്ടോ? 2 പാട്ട് പാടാൻ. പെണ്ണുങ്ങള് പാട്ടൊന്നും പാടാറില്ല? പാട്ട് പാടുവോ? എന്റെ പേര് അൽന താജ്. അനസ് ഭായ്. അനസ് ഇത്ര ഒന്നും വിളിക്കാൻ പറ്റും, ഇത്ര ചാടൊന്നും താങ്ങൂല. അനസിനെ കയറ്റി വിടുവോ? അടുത്ത വിളിക്കാം. ഇനിയിപ്പോ അനസ് വേണ്ട, കുഴപ്പമില്ലാതെ. ഇല്ലില്ല, കളറായി. വേണ്ട അനസ്, വേണ്ട, കുഴപ്പമില്ല. ഇനിയിപ്പോ വേണ്ട. ഇത് മതി. എന്നെ വിളിച്ചപ്പോ ഇച്ചിരി മുടയായിരുന്നല്ലോ നിനക്ക്. വേണ്ട, കുഴപ്പമില്ല. നല്ല കളർ കിട്ടി അവർക്ക്, കുഴപ്പമില്ല. മര്യാദയ്ക്ക് വന്ന് നിൽക്കായിരുന്നു. ആ കൊച്ചു കയറി വരൂലായിരുന്നല്ലോ.